ഞാൻ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യ്, നീ അവളായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ്, നീ അവനായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ്, എല്ലാ പ്രശ്നവും മാറും. ഉള്ളതാണോ? ഈ കമ്മ്യൂണിക്കേഷനോട് മാത്രം ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിലോ കപ്പിൾ റിലേഷൻഷിപ്പിലോ ഒക്കെയും റിലേഷൻഷിപ്പ് മെച്ചപ്പെടുമോ? അവരുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. കമ്മ്യൂണിക്കേഷൻ ശരിയായി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് പ്രോപ്പർ ആവും എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, ഇപ്പൊ മിസ്കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് റിലേഷൻഷിപ്പിനെ പ്രശ്നമാവുന്ന ഒരു കാരണമല്ല. പക്ഷെ ഒരു പ്രശ്നകാരിയായ റിലേഷൻഷിപ്പിന്റെ ഒരു പക്ഷേയുള്ള ലക്ഷണങ്ങളിൽ ഒന്നായിരിക്കാം ഈ പൂറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി മാരേജിന് ഈ കമ്മ്യൂണിക്കേഷനുപരി മറ്റു ചില പ്രധാന ഘടകങ്ങൾ കൂടി ആവശ്യമാണ്. അവയാണ് ഷെയർഡ് വാല്യൂസ്, ഇമോഷണൽ ഇൻറ്റിമസി ആൻഡ് കമ്മിറ്റ്മെന്റ്. അതെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. പക്ഷെ പലപ്പോഴും റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയല്ല. കമ്മ്യൂണിക്കേഷൻ വെറും ഒരു സിംറ്റം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമുണ്ട്. അതേ സമയത്ത് ആ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഇതുവരെ സോൾവ് ചെയ്യാൻ സാധിക്കാത്ത കോൺഫ്ലിക്റ്റുകൾ, ചൈൽഡ്ഹുഡ് ട്രോമാസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഇതൊക്കെയും ആയിത്തീരാനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ മാത്രം നേരെയാക്കിയതുകൊണ്ട് ഒരു മാരേജ് അടിപൊളിയായി അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. അതിന് അവരുടെ ഷെയർഡ് വാല്യൂസ്, കമ്മിറ്റ്മെന്റ്, ഇമോഷണൽ ഇൻറ്റിമസി മുതലായവയും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്.